പത്തനംതിട്ട മണ്ഡലത്തിലല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും മത്സരിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്ന് സിറ്റിംഗ് എം പി ആന്റോ ആന്റണി. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തനിക്ക് ഭയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ എതിർത്തവർ ഇപ്പോൾ സിപിഎമ്മിലാണെന്നും ആന്റോ ആന്റണി എം പി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നാലാമതും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ പരാജയ ഭീതിയുണ്ടോ എന്ന ചോദ്യത്തിന് സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുടെ മറുപടി ഇങ്ങനെ: എന്തിനു ഭയപ്പെടണം? ജനങ്ങൾ എനിക്ക് നൽകുന്ന വലിയ പിന്തുണയും എനിക്ക് വലിയ ആത്മവിശ്വാസവുമാണ്. കാരണം അത്രമാത്രം ജനങ്ങളുടെ ഓരോ വിഷയത്തിലും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. മണ്ഡലം മാറ്റി നൽകണമെന്ന് AICC നേതൃത്വത്തോട് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പക്ഷേ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മാത്രമേ മത്സരിക്കുന്നുള്ളൂ. മറ്റൊരു മണ്ഡലത്തിലും ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കുറി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് എതിർപ്പുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു: അല്ല, കഴിഞ്ഞ തവണ പാർട്ടിക്കുള്ളിൽ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ചില വ്യക്തികൾക്ക് വിഷയം ഉണ്ടായിരുന്നു. അവരുടെ വിഷയത്തിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ള അവർക്കിപ്പോൾ CPM ചേർന്നു. അപ്പൊ അതോടെ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. LDF നിന്നും NDAയിൽ നിന്നും എതിരാളികൾ ആരായാലും പ്രശ്നമില്ല. UDFന്റെ ഭൂരിപക്ഷം ഇക്കുറി കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടിയായിരിക്കുമെന്നും ആന്റോ ആന്റണി MP വ്യക്തമാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,80,927 വോട്ടാണ് ആന്റോ ആന്റണി നേടിയത്. ഭൂരിപക്ഷം 44,243 വോട്ട്. LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 3,36,684 വോട്ട് നേടി രണ്ടാം സ്ഥാനത്തും NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ 2,97,396 വോട്ട് നേടി മൂന്നാം സ്ഥാനത്തുമായിരുന്നു. ഏതായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കും. ഏതായാലും UDFനെ സംബന്ധിച്ച് കുറി വിജയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉറപ്പാണ് എന്നാണ് സിറ്റിംഗ് MP ആന്റോ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.